അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിലൂടെ നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയ ഡയാലിസിസ് സെന്ററിന് ഒടുവിൽ പൂട്ടുവീണു. കണ്ണൂർ കരിയാടുള്ള തണൽ അഭയ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉത്തരവിട്ടിട്ടുണ്ട്. കൃത്യമായ മാലിന്യ സംസ്കരണം നടത്താത്തതിനാൽ പരിസരത്തുള്ള കിണറും ജലാശയങ്ങളും മലിനമാകുന്നുവെന്ന് ജനം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ ജനം TV വാർത്തയെ തുടർന്ന് നടപടി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഡയാലിസിസ് സെന്റർ പൂട്ടിയിട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, സാധാരണഗതിയിൽ ഒരു ഡയാലിസിസ് സെന്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വലിയൊരു ആശ്വാസമാകുന്നൊരു സ്ഥാപനമാണ്. മാത്രമല്ല ഈ ഇത്തരത്തിൽ വൃക്കരോഗികൾ ആയ ആളുകൾക്കുൾപ്പെടെ വലിയൊരു ആശ്വാസമാകുന്നൊരു സ്ഥാപനം തന്നെയാണ് ഈ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. എന്നാൽ കണ്ണൂർ കരിയാടുള്ള തണൽ അഭയ ഡയാലിസിസ് സെന്ററിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു ദുരിതമാണ് ആ ഡയാലിസിസ് സെന്ററിന് സമീപത്തുള്ള വീട്ടുകാർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വന്നത്. താഴ്ഭാഗത്തുള്ള മുഴുവൻ കിണറുകളും മലിനമാകുന്നൊരു സാഹചര്യം. കാരണം ഈ ഡയാലിസിസ് സെന്ററിൽ നിന്ന് അശാസ്ത്രീയമായി പുറത്തേക്കാണ് മാലിന്യം ഒഴുക്കിയത്. ആ മാലിന്യം ഒഴുക്കിയത് അവിടുത്തെ കിണറുകളിലേക്ക് ഊർന്നിറങ്ങുകയും കിണറുകളിലെ വെള്ളം കുടിക്കാൻ പോലും ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിലേക്ക് നാട്ടുകാർ ഒരു ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായി തുടങ്ങിയെങ്കിൽ പോകെ പോകെ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ആളുകൾക്ക് കിണറ്റിൽ നിറയെ വെള്ളം ഉണ്ടായിട്ട് കൂടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കുടിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. മാത്രമല്ല അവിടെ നിന്ന് ആളുകൾക്ക് താമസം മാറിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇത്തരം ഗതികേടുണ്ടായതോടുകൂടി നാട്ടുകാർ അവിടെ സംഘടിക്കുകയും വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. നമ്മൾ നാട്ടുകാരുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ കാണുകയും അവിടെ പോയി വാർത്ത റിപ്പോർട്ട് ചെയ്തതുമാണ്. മാത്രമല്ല അതിൽ ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ 2023 തന്നെ ലൈസൻസ് തീർന്ന ഒരു സ്ഥാപനമാണ് ലൈസൻസ് ഇല്ലാതെ ഈ 2 വർഷക്കാലം പ്രവർത്തിച്ചത് എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം കാരണം അവിടുത്തെ കിണറുകളും മറ്റ് ജല സംവിധാനങ്ങളും ഒക്കെ തന്നെ മലിനമാകുന്നുവെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവിട്ടുകൊണ്ട് ജില്ലാ ആരോഗ്യ വിഭാഗം രംഗത്ത് വന്നത്. മാത്രമല്ല ഇതിന്റെ കൃത്യമായ നിർദ്ദേശം ഇപ്പോൾ പാനൂർ നഗരസഭാ സെക്രട്ടറിക്കാണ് നൽകിയത്. കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസിനെ ആ വിവരം അറിയിക്കണമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാരുടെ നീണ്ട നാളത്തെ ഒരു പോരാട്ടം തന്നെയാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. നാട്ടുകാർ ഇതിന് ആദ്യ ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നു ഇതിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കാൻ വേണ്ടിയല്ല, കാരണം ഇതിന് കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടായെങ്കിൽ തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ പ്രതിഷേധമുണ്ടായിട്ടും പരാതി ഉണ്ടായിട്ടും അതൊന്നും പരിഹരിക്കാൻ തയ്യാറാകാതെ ഇവർ മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗതികേട് കൊണ്ടാണ് ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നതെന്ന് നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ദ്രുതഗതിയിൽ നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സന്തോഷിക്കാം. മിഥുൻ പിള്ളയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.